അത് മുകേഷിന്റെ മാതൃകയിൽ ആ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. കോൺഗ്രസിന് കൂടുതൽ ധാർമ്മികതയുണ്ട്. അത് നല്ല ചോദ്യ. ഞാൻ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞത് ഞാൻ MLA-യുടെ രാജിയെക്കുറിച്ചാണ്. രാജിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചത് നന്നായി. ധാർമ്മികതയിൽ ഞങ്ങളും CPM-ഉം വളരെ വ്യത്യസ്തരാണ്. അവർ മുകേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന് സണ്ണി വക്കീലെ ധാർമ്മികതയൊക്കെ കൊള്ളാം. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ രാഹുൽ വിഷയത്തിൽ നിങ്ങൾ CPM-നെ കണ്ടു പഠിക്കണം എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം നിങ്ങൾ പറ്റുമെങ്കിൽ KPCC-യുടെ ഓഫീസിൽ ഈ പറയുന്ന ഇന്ദിരാ ഭവനിൽ എന്ത് ചെയ്യണം, ഈ AKG സെന്ററിൽ ഉണ്ടായിരുന്ന PK ശ്രീമതിയും അതുപോലെ AK ബാലനും ഒക്കെ കൊണ്ട് നടന്ന് തീവ്രത അളന്നുകൊണ്ടിരുന്ന ആ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീന് ഒന്ന് നിങ്ങളും വാങ്ങി വെക്കണം. എന്നിട്ട് ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ തീവ്രത അളന്നിട്ട് നിങ്ങളുടെ പാർട്ടി ഓഫീസ് KPCC-യുടെ ആസ്ഥാനം അത് ഒരു പാർട്ടി കോടതിയാക്കി കണ്ടിട്ട് അവിടെ നിങ്ങൾ തീർക്കണം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ഈ പറയുന്ന മാപ്രകളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോഴൊക്കെ വല്ലാതെ ധാർമ്മികത തുളുമ്പുന്ന അല്ലെങ്കിൽ ധാർമ്മികത ഇങ്ങനെ തിളച്ചു മറിയുന്ന മാപ്രകളോട് നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികത പിണറായി വിജയനെ കാണുമ്പോൾ ഒന്ന് ചോദിക്കുന്നത് നല്ലതാ, MV ഗോവിന്ദനെ കാണുമ്പോൾ ചോദിക്കുന്നത് നല്ലതാ, ജയരാജനെയും KK ശൈലജയെയും ഒക്കെ കാണുമ്പോൾ ഇടക്കിടക്ക് ചോദിക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ മുകേഷ് മാത്രമല്ല ഉള്ളത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് P ശശിയുണ്ട്, പിന്നെ മന്ത്രിസഭയിൽ ഗണേശ് ഉണ്ട്, ശശീന്ദ്രൻ ഉണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ വീട്ടില് മരുമോനായിട്ട് മുഹമ്മദ് റിയാസ് ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ധാർമ്മികതയെ കുറിച്ച് ഒന്ന് നന്നായിട്ട് ചോദിക്കുന്നത് നല്ലതാ. അതും കൂടി നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ രണ്ടും പറയുന്ന കൂട്ടരാണല്ലോ. നിങ്ങൾ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, നിങ്ങൾ നേരിന്റെ പക്ഷം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുകേഷ് പീഡിപ്പിച്ചതും ഒരു സ്ത്രീയെയാണ്, ശശി പീഡിപ്പിച്ചതും സ്ത്രീയെയാണ്. കടകംപള്ളിക്കെതിരെയും തോമസ് ഐസക്കിനെതിരെയും B ശ്രീരാമകൃഷ്ണനെതിരെയും കെട്ടി ജലീലിനെതിരെയും അങ്ങനെ എല്ലാവർക്കെതിരെയും പറഞ്ഞത് സ്ത്രീകളാണ്. മനസ്സിലായില്ലേ? മുകേഷിനെതിരെ പറഞ്ഞ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. അയാളുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഉപയോഗിച്ച സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് മുകേഷ്. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ വന്നാലും ഇതുപോലെ തന്നെ യാമിനി തങ്കച്ചി ആരും മറന്നിട്ടില്ല. ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇനി ഇപ്പുറത്ത് റിയാസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മുൻ ഭാര്യ കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് നടക്കമുള്ള കാര്യങ്ങള്. അപ്പോ ഇവിടെയൊക്കെ സ്ത്രീകളാണ്. അപ്പൊ നേരിന്റെ പക്ഷം അവിടെയൊക്കെ സ്ത്രീകളുടെ കൂടിയാണ്. അപ്പൊ മാപ്രകള് ഇടക്കിടക്ക് റിയാസിനെ കാണുമ്പോ, ഗണേഷ് കുമാറിനെ കാണുമ്പോ, തോമസ് ഐസക്കിനെ കാണുമ്പോ, P ശ്രീരാമകൃഷ്ണനെ കാണുമ്പോ, കടകംപള്ളിയെ കാണുമ്പോ, KT ജലീലിനെ കാണുമ്പോ, ശശീന്ദ്രനെ കാണുമ്പോ ഒക്കെ ഇടക്കിടക്ക് ഈ ധാർമ്മികത ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. അത് കോൺഗ്രസിന്റെ നേതാക്കളോട് മാത്രം ധാർമ്മികത വിളമ്പുന്നത് അതൊരുമാതിരി മറ്റേത്തെ പരിപാടിയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്. അത് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം കോൺഗ്രസ്സുകാർ മാത്രം വലിയ ധാർമ്മികതയും വലിയ മൊറാലിറ്റിയും ഒക്കെ കൊണ്ടു നടക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നീയൊക്കെ നിന്റെ വീട്ടിലിരിക്കുന്നവരോട് പോയി പറയടാ എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? എന്ന് വിചാരിച്ച് കോൺഗ്രസ് ധാർമ്മികത വിട്ട് കളിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. കോൺഗ്രസ് ധാർമ്മികതയുടെ പക്ഷത്താണ്. അതാണ് ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സമയത്ത് ആരോപണങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് രാഹുലിനെതിരെ ഒരു നടപടി എടുത്തത്. പക്ഷേ അന്ന് ആ നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ, രാഹുലിനെ സംരക്ഷിക്കാൻ ഈ പറയുന്ന പരാതികളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിരുന്നുവെങ്കിൽ ഇന്നീ പറയുന്ന ഒരു വിവാദങ്ങളും ഉണ്ടാകുമായിരുന്നില്ല, ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അവിടെയാണ് കോൺഗ്രസിന് ചെറിയ പിശക് പറ്റിയത്. ആരോപണങ്ങൾ കേട്ട ഉടനെ രാഹുലിനെതിരെ നടപടിയെടുത്തു, അയാളെ മാറ്റി നിർത്തി എന്നുള്ളത് ഒരു പിഴവ് തന്നെയാണ്. അയാളെ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയായിരുന്നില്ല. അതിനു പകരം പാർട്ടി പ്രതിരോധിക്കണമായിരുന്നു. രാഹുലിന് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ രാഹുലിനെ തിരുത്തണമായിരുന്നു. അതോടൊപ്പം ഈ പറയുന്ന പരാതി ഉന്നയിച്ചവർക്ക് അവർക്കൊരു ആശ്വാസമാകുന്ന ഇടപെടലുകൾ പാർട്ടി നടത്തണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പാർട്ടി ചെയ്തില്ല. പാർട്ടി ഉടനെ കാള വെറ്റു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തു. എന്നാൽ അവിടെ വരെ ചെന്നിട്ട് പെറ്റത് കാള തന്നെയാണോ അല്ലെങ്കിൽ പെറ്റ കുഞ്ഞ് ഇനി ആണാണോ പെണ്ണാണോ എന്നെങ്കിലും നോക്കാനുള്ള ഒരു സാവകാശം പോലും കോൺഗ്രസ് കാട്ടിയില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം വഷളായതും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതും. രാഹുലിനെ കൊത്തി കീറാൻ കഴുകന്മാർ ഇങ്ങനെ മരുന്നിട്ട് കൊടുത്തത് കോൺഗ്രസിന്റെ ആ നടപടിയാണ്.
ആ നടപടി തന്നെയാണ് ഇതിനെ ഇവിടെ വരെ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, PK ശ്രീമതിയും AK ബാലനും ഇറങ്ങിയതുപോലെ ഒരു മെഷീനും എടുത്തുകൊണ്ട്, ഒരു അളവ് പോലെ, ഒരു സ്കെയിൽ എടുത്തുകൊണ്ട് ഇറങ്ങണമായിരുന്നു കോൺഗ്രസ്. എന്നിട്ട് പരാതിക്കാരിയെ കണ്ടിട്ട് അവരുടെ പരാതി കേട്ടിട്ട് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പരാതി, അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുകയായിരുന്നു കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം രാഹുലിനെ എടുത്ത് പുറത്തിടുകയല്ല കോൺഗ്രസ്. പിന്നെ ഇതിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ധാർമ്മികതയാണ്. ധാർമ്മികത എന്ന് പറയുമ്പോൾ ആ ധാർമ്മികതയുടെ സ്റ്റാൻഡേർഡ് അത് എന്തിന്റെ മാനദണ്ഡത്തിലാണ് എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ധാർമ്മികതയാണെങ്കിൽ ഈ പറയുന്ന ആരൊക്കെ, ഏത് ആളാവട്ടെ, അത് രാഹുൽ മാങ്കൂട്ടവോ അല്ലെങ്കിൽ മുകേഷോ ആരുമാവട്ടെ, സമ്മതത്തോടു കൂടി ആവട്ടെ സമ്മതമില്ലാതെ ആവട്ടെ, വിവാഹിതരല്ലാത്ത രണ്ടുപേര് കിടക്ക പണിക്കിടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഇമ്മോറാലിറ്റിയാണ്, ഒരു ധാർമ്മികത ഇല്ലായ്മയാണ്, അല്ലേ? ആണ്. അപ്പോ അങ്ങനെയുള്ള കാര്യത്തിൽ അതിലും ധാർമ്മികതയോ എന്ന് പറഞ്ഞാൽ തീട്ടത്തിലും പിന്നെ വല്ല പൊന്നുണ്ടോ നോക്കേണ്ട കാര്യമുണ്ടാ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പലപ്പോഴും ചോദിക്കാറില്ലേ, പൊന്നിരിക്കുന്നിടത്ത് പൂച്ചക്ക് എന്താണ് കാര്യം എന്ന്. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ചോദിക്കേണ്ടത് തീട്ടത്തിൽ പൊന്നുണ്ടോ എന്ന് പറഞ്ഞ് കൈയിട്ട് നോക്കേണ്ട കാര്യം ആർക്കെങ്കിലും ഉണ്ടാ? അതുപോലെയാണ് ഈ കേസ്. മനസ്സിലായില്ലേ? ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്ത് ധാർമ്മികതയാണ് ഈ കേസിലുള്ളത്? എന്ത് ധാർമ്മികതയാണ് ഈ കേസിലുള്ളത്? അങ്ങനെ ഒരു ധാർമ്മികത ഇല്ലെന്നേ. ഈ കേസേ അധാർമികമാണ്, ഇമ്മോറലാണിത്, ലോജിക്ക് ഇല്ലാത്തൊരു കേസാണ്. അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ധാർമ്മികത അങ്ങനെ ഒന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ തെറ്റുകാരനാണെങ്കിൽ രണ്ടുപേരും തെറ്റുകാരാണ്. അല്ല അവിടെ ഒരാൾ മാത്രം തെറ്റുകാരും മറ്റൊരാൾ ശരിയും എന്നൊന്നും ഇതിലില്ല. കാരണം ഈ പ്രവൃത്തി തന്നെ അധാർമികമാണെന്നേ. അങ്ങനത്തെ കേസിൽ പിന്നെ രാഹുലിന്റെ തലയിൽ മാത്രം എവിടുന്ന ധാർമ്മികത വരുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ? നിങ്ങളൊന്ന് പറ. ഇപ്പോ നിങ്ങളൊന്ന് പറ, വിവാഹിതരല്ലാത്ത രണ്ടുപേര്, സമ്മതമുണ്ട് സമ്മതല്ലേ, അതൊന്നല്ല ഇവിടെ വിഷയം. അവര് രണ്ടുപേര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അതിലൊരു ഇമ്മൊറാലിറ്റി ഉണ്ടെന്നേ. അത് മൊറാലിറ്റിയുടെ ഭാഗമാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതിൽ പോയിട്ട് പിന്നെ വീണ്ടും ധാർമ്മികത ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു മാതിരി തീട്ടത്തിൽ പോയിട്ട് ഈ സ്വർണ്ണം ഉണ്ടോ എന്ന് ഇങ്ങനെ വിരലിട്ട് ചെകയുന്ന പോലെയാണ് അതിന്റെ കേസ്. അത്രയേ ഉള്ളൂ ഈ കേസിൽ. അപ്പോ രാഹുലിനെതിരെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നടപടി അത് ഈ പറയുന്ന വേട്ടക്കാർക്ക്, വിചാരണ ചെയ്യുന്നവർക്ക്, ചെന്നായക്കൂട്ടങ്ങൾക്ക്, ഈ ക്രിമിനലുകൾക്ക് വലിയ വളമായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. പിന്നെ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, നിങ്ങൾ ആരുടെ കൂടെ സമ്മതത്തോടു കൂടിയോ സമ്മതത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, സമ്മതമില്ലാത്തതിനെ കുറിച്ചല്ല പറയുന്നത്, സമ്മതത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ധാർമ്മികമല്ലെന്ന് ഞാൻ ഒരു പാട്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു മറുവശം കൂടി ഞാൻ പറയാം. ഇനി സമ്മതത്തോടു കൂടിയാണ് നിങ്ങൾ മറ്റൊരുത്തിൻ്റെ കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ അവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ കഴിയുമ്പോൾ ഇത്തരത്തിൽ പരാതിയുമായി വരുന്നത് അത് തീരെ ധാർമ്മികതയില്ലായ്മയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് പോയി അവിടെ തീരണം. അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷിച്ചത് അവിടെ തീർക്കണം. അതിനപ്പുറത്തേക്ക് പിന്നെ ഇതിങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് കാത്തിരുന്ന് ഒരാൾ MLA ആകാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ MP ആവാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലേക്ക് എത്താൻ കാത്തിരിക്കുക, എന്നിട്ട് അയാളെങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് കൊത്തിക്കീറുക, ഇതതിന്റെ ശരിയായ രീതിയല്ല. ഗർഭിണിയായി എന്ന് പറയുമ്പോൾ 2 വട്ടം അവിടെ ഫ്ലാറ്റില്, 2 വട്ടം ഇവിടെ ഫ്ലാറ്റില്, അവിടെ മറ്റൊരു ഫ്ലാറ്റിൽ വേറെ 1 വട്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണം പറയുമ്പോൾ ആ പറയുന്ന എണ്ണങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തതാണ്, നിങ്ങൾ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നടന്ന കാര്യമാണെന്നുള്ളത് പരാതി പറയുന്നവർ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്, അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഞാൻ രാഹുലിന്റെ കാര്യത്തിൽ പറയില്ല, ഞാൻ പൊതുവായ കാര്യം പറയാണ്. നമ്മളിപ്പോ അടുത്ത കാലത്ത് ഒരുപാട് കണ്ടു, വേടന്റെ കാര്യത്തിൽ കണ്ടു, അല്ലേ? 2021 മുതൽ 2023 വരെ വേടന്റെ ഗേൾ ഫ്രണ്ടായി, കാമുകിയായി കൂടെ നിന്ന വ്യക്തി, അത് കഴിഞ്ഞ് 2025 ആകുമ്പോൾ പരാതി പറയാണ്, പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുവരെ അവർ എൻജോയ് ചെയ്ത് അവരവരുടെ സമ്മതപ്രകാരം
അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് സംസാരിച്ച് വരുന്ന സമയവും വരേണ്ട തീയതിയും ഒക്കെ നിശ്ചയിച്ച് വന്നു, കണ്ടു, കീഴ്പ്പെടുത്തി, എല്ലാം അനുഭവിച്ചു, എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്നത് അതിന്റെ ലോജിക്ക് എന്താണെന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. ഇത് ഞാൻ ഈ പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ വേറെ പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം അല്ലെങ്കിൽ കുറച്ചു കാലം ഒരുത്തന്റെ കൂടെ, അത് കഴിഞ്ഞ് മറ്റൊരുത്തന്റെ കൂടെ, അതും കഴിയുമ്പോൾ മറ്റൊരുത്തന്റെ കൂടെ, ഇങ്ങനെ മാറി മാറി പോവുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ അതിലേതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കാര്യമായ പൊസിഷനിലെത്തുമ്പോൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും എത്തുമ്പോൾ അയാളെ ഇങ്ങനെ താറടിച്ച് കാണിക്കുക, സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ അയാളെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുക, പരാതികളായിട്ട് എത്തുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ധാർമ്മികത എന്താണെന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. ഇതിന്റെയൊക്കെ ഉള്ളിൽ ധാർമ്മികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ധാർമ്മികതയുണ്ട്. ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ നടക്കില്ലായിരുന്നേ. ആ ധാർമ്മികത ഇല്ലാതായിപ്പോയത് കാരണമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവണതകൾ, ഇത്തരത്തിലുള്ള ശീലങ്ങൾ, പ്രവർത്തികൾ, ചെയ്തികൾ അത് ആവർത്തിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ ധാർമ്മികതയില്ലായ്മയാണ്. അധാർമികമായി അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ് ഇത്തരത്തിലുള്ള വഴക്കുകളിലേക്ക്, പരാതികളിലേക്ക്, അധിക്ഷേപങ്ങളിലേക്ക് ഒക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ പോയിട്ട് ഈ ഒരു അധാർമികമായിട്ടുള്ള അസാൻമാർഗിക ഒരു പ്രവൃത്തിയിൽ ധാർമ്മികത നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ?